മധു ഒരു ഡസൻ മന്ത്രിമാർ തോക്കുമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആത്മവിശ്വാസം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ചില മണ്ഡലങ്ങളിലെല്ലാം മന്ത്രിമാർ കടുത്ത മത്സരം നേരിടുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. എക്സിറ്റ് പോളുകളിൽ ചില മന്ത്രിമാർക്ക് ടെൻഷനുമുണ്ട്, എന്നാൽ ചില മന്ത്രിമാർ വളരെ കോൺഫിഡൻറ്റുമാണ്. മൊത്തത്തിൽ നോക്കിയാൽ മന്ത്രിമാർക്ക് വെല്ലുവിളിയുണ്ടോ? വെല്ലുവിളിയുടെ സ്വാഭാവികമായും, കാരണം വലിയ മത്സരം നടക്കുന്നു എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. തോക്കും എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആത്മവിശ്വാസം സ്വാഭാവികമായും രാഷ്ട്രീയമായ ഒരു ആത്മവിശ്വാസമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് തോൽക്കാൻ ഉതകുന്ന രാഷ്ട്രീയ സാഹചര്യം പല മന്ത്രിമാരുടെയും മണ്ഡലങ്ങളിലുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പം തൃത്താല നേരത്തെ സുനിൽ സാറ് പറഞ്ഞതുപോലെ അതൊരു UDF മണ്ഡലമല്ല. തൃത്താല ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ CPM ജയിക്കുന്നു, പിന്നീട് കോൺഗ്രസ് ജയിക്കുന്നു, പിന്നീട് CPM നിരന്തരമായി ജയിക്കുന്നു, ഒരു 4 തവണ കോൺഗ്രസ് ജയിക്കുന്നു. എന്നാലും 2 തവണയേ ആയിട്ടുള്ളൂ VT ബൽറാം അവിടെ ജയിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മാറി പല CPM-നും കോൺഗ്രസിനും അനുകൂലമായി വിധി എഴുതിയ ഒരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നോക്കൂ, VT ബൽറാം ഭയങ്കര കാരിസ്മയുള്ളൊരു നേതാവ് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് MP രാജേഷ് അവിടെ വരികയും ടൈറ്റ് ഫൈറ്റാണ് അവിടെ നടക്കുകയും ചെയ്യുന്നത്. 3000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ ഒരു അട്ടിമറി ഉണ്ടാവുകയും ചെയ്യുന്നത്. 3000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞ തവണ ജയിച്ച ഒരു മണ്ഡലം വളരെ സേഫ് എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയില്ല. MP രാജേഷിനെ പോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ മുതിർന്ന ഒരു നേതാവിന് വളരെ സേഫ് എന്ന നിലയ്ക്ക് മറ്റുള്ള ഇടങ്ങളിലേക്ക് പോയി പ്രചാരണത്തിനൊക്കെ നേതൃത്വം നൽകാൻ കഴിയുന്നൊരു മണ്ഡലമല്ല തൃത്താല. അവിടെ നിന്നു തന്നെ പ്രചാരണം നയിക്കുകയും പ്രചാരണം കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ട് എന്നതിൽ സംശയമില്ലല്ലോ. ഇപ്പോൾ നോക്കൂ, ഇനി അടുത്തത് കളമശ്ശേരി. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മണ്ഡലമായിരുന്നു. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മണ്ഡലത്തിൽ പിടിച്ചെടുക്കുകയാണ് പി രാജീവ് ചെയ്തത്. ആ സമയത്ത് ഇവിടെ പി രാജീവ് പിടിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെ BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത്തവണയും വളരെ ഡയറക്റ്റ് ഫൈറ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തവണ അങ്ങനെ ഈ പറയുന്ന പോലെ പി രാജീവിനെ പോലെ സംസ്ഥാനത്തെ ഒരു മുതിർന്ന മന്ത്രിക്ക് CPM-ൻ്റെ അടുത്ത മുഖം എന്ന് വിലയിരുത്താൻ പോകുന്ന ഒരു മന്ത്രിക്ക് വളരെ സേഫായ മണ്ഡലമൊന്നുമല്ല കളമശ്ശേരി. അദ്ദേഹമൊക്കെ ഈ താരപ്രചാരകരുടെ പട്ടികയിൽ സംസ്ഥാന വ്യാപകമായ പ്രചാരണം നടത്തേണ്ടിയിരുന്ന നേതാക്കളാണ്. പക്ഷേ വളരെ സേഫായി കളമശ്ശേരി നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളിടത്തേക്ക് പോകാനൊന്നും കഴിയില്ല. കളമശ്ശേരിയിൽ പണിയെടുക്കേണ്ടിയുടെ പ്രചാരണത്തിന് മുഴുവൻ സമയത്തും പി രാജീവ് ഇവിടെ നിൽക്കുന്നുണ്ട്. അവസാനം വേടൻ വരെ വന്നു ഇവിടെ പ്രചാരണത്തിന് കൊഴുപ്പ് കൂട്ടാൻ എന്ന നിലയ്ക്ക്. അപ്പോൾ അങ്ങനെ വ്യാപകമായ വെല്ലുവിളി ഉണ്ടെന്നേ. മണ്ഡലം ജയിച്ച് വരിക എന്നത് അവരുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തുടർഭരണം കിട്ടേണ്ടതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകമാണ്. ഒരു ടൈറ്റ് ഫൈറ്റ് എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. KN ബാലഗോപാൽ ഇത്തവണ 2 വെല്ലുവിളിയാണ് നേരിടുന്നത്. ഒന്ന് ഐഷ പോറ്റി, അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഐഷ പോറ്റിയാണ്. 22,000 വോട്ടിന് വിജയിച്ച ഒരു ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റി ജയിച്ച മാൻഡേറ്റ് കിട്ടിയില്ല KN ബാലഗോപാലിന് അവിടെ വിജയിച്ചപ്പോൾ. 22,000 വോട്ടിന് കുറവാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും 22,000 വോട്ട് ഐഷ പോറ്റിയുടെ സ്വന്തം വോട്ടാണെന്നാണ് ഐഷ പോറ്റി പറയുകയും കോൺഗ്രസ് അത് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? രശ്മി വോട്ട് പിടിക്കും അവിടെ. അപ്പോൾ ആ 2 വോട്ടിൻ്റെയും പശ്ചാത്തലത്തിൽ KN ബാലഗോപാലിന് എളുപ്പമുള്ള സംസ്ഥാനത്തെ ധനമന്ത്രിയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, KN ബാലഗോപാൽ അത്രമേൽ പ്രകീർത്തിക്കപ്പെടാത്ത ഒരു ഹീറോയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു സംസ്ഥാനത്ത് മുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയൊരു ധനമന്ത്രിയാണ്. വലിയ പ്രഖ്യാപനങ്ങളോ വലിയ വിവാദങ്ങളോ വലിയ അവകാശവാദങ്ങളോ ആത്മവിശ്വാസ പ്രകടനമോ തഗ് ഡയലോഗോ ഒന്നുമില്ല. പക്ഷേ നല്ല ധനമന്ത്രിയായിരുന്നു എന്ന് വലിയ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് സേഫാണ് എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം ഇല്ല. ഇനി ആറന്മുളയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംസ്ഥാനത്ത് നമ്മൾ എത്ര ആളുകൾക്ക് ഷോർട്ട് മെമ്മറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെയും പരിധിയിൽ നിൽക്കുന്ന വിവാദങ്ങൾ ആറന്മുളയിൽ MLA കൂടിയായ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിവാദങ്ങൾ എല്ലാം ചർച്ചയായത് ആറന്മുളയുമായി ബന്ധപ്പെട്ടാണ്. ആരോഗ്യമേഖല വലിയ തോതിൽ വിമർശനത്തിന് വിധേയമായ കാര്യമാണ്. ശരിയാണ്, പാർട്ടിയുടെ മുഴുവൻ സംഘടനാ സംവിധാനവും സൈബർ സംവിധാനവും ഒക്കെ വലിയ പ്രതിരോധം സൃഷ്ടിച്ച ആരോഗ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, ആരോഗ്യ മേഖലയുടെ കെടുകാര്യസ്ഥത കൊണ്ടെന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്ന വിവാദങ്ങളുടെ പേരിൽ മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് നോക്കൂ, സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് റിസീവർ എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്ന ഒരു മന്ത്രിയാണ് ആറന്മുളയിൽ വീണ ജോർജ്. അവിടെ അബിൻ വർക്കി നിൽക്കുന്നുണ്ട്. നേരത്തെ സുനിൽ സാർ പറഞ്ഞത് ശരിയാണ്. അവിടത്തേക്ക് അബിൻ വർക്കി വരുന്ന സമയത്ത് പത്തനംതിട്ടയിൽ നിന്ന് പുറത്തൊരാളെ വേണ്ട, അബിൻ വർക്കിയെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ പോസ്റ്റർ ഒട്ടിക്കാൻ ആളുണ്ടായി. പക്ഷെ അതൊക്കെ ആരാ? എന്തുകൊണ്ടാ? അബിൻ അവിടെ ജയിക്കുകയാണെങ്കിൽ പിന്നീട് അവിടെ ആ മണ്ഡലത്തിൽ ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് വിചാരിക്കുന്ന അവിടുത്തെ ലോക്കൽ ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നാണല്ലോ ഈ DCC ഓഫീസിന് മുന്നിലെ പടക്കം പൊട്ടിക്കലും പോസ്റ്റർ ഒട്ടിക്കലും ഒക്കെ ഉണ്ടായത്. പക്ഷേ അത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നാണ്. അങ്ങനെ കൃത്യമായിട്ട് എൻ്റെ 100 വോട്ട്, എൻ്റെ 200 വോട്ട്, എൻ്റെ 500 വോട്ട്, എൻ്റെ 2000 വോട്ട് എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ വോട്ട് പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് ആറന്മുളയിൽ ഉണ്ടായിരുന്നു എങ്കിൽ ആറന്മുള പിന്നെ കോൺഗ്രസ് ഭരിക്കില്ലേ?
അപ്പോൾ അങ്ങനെയില്ല. അങ്ങനെ വോട്ട് സമാഹരിച്ച് എൻ്റെ വോട്ട് കോൺഗ്രസിന് ഞാനത് മറിച്ച് CPM കൊടുക്കും, വേണ്ടി വന്നാൽ ഞാൻ കുമ്മനം രാജശേഖരന് കൊടുക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഒന്നും പ്രകടിപ്പിക്കാനുള്ള പവറൊന്നുമുള്ള, അതിനുള്ള ത്രാണിയൊന്നുമുള്ള നേതാക്കൾ അവിടെ അട്ടിമറിക്ക് നിൽക്കാൻ മാത്രമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മണ്ഡലം നോക്കൂ, പത്തനംതിട്ട കോൺഗ്രസിൻ്റെ കുത്തകയാണ്, എത്ര ഹൈറ്റുള്ള നേതാക്കന്മാരുണ്ടായിരുന്ന മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഭരണം പോകുന്ന നിലയ്ക്ക് കോൺഗ്രസ് സംഘടനാ സംവിധാനം പരാജയപ്പെട്ടു പോയെങ്കിൽ അവിടെ ആർക്കും അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനും ആവശ്യത്തിന് മറിച്ചു കൊടുക്കാനുമുള്ള കോൺഗ്രസ് വോട്ടൊന്നുമില്ല. അതുകൊണ്ട് അത് അപ്പാടെ അബിൻ വർക്കിക്കെതിരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. വി ശിവൻകുട്ടി അവിടെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച നേതാവാണ്. സ്വാഭാവികമായിട്ടും ഇത്തവണ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരിക്കാൻ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിറങ്ങിയപ്പോൾ തിരുവനന്തപുരത്തെ CPMന്റെ സംഘടനാ സംവിധാനം അപ്പാടെ അവിടെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവിടെ കെ മുരളീധരനെ പോലെ തന്നെ കോൺഗ്രസിന്റെ വോട്ടും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കും രണ്ടും, കേഡർ വോട്ടും കോൺഗ്രസിന്റെ അനുഭാവി വോട്ടുകളും കൃത്യമായി പിടിക്കാൻ കഴിയുന്ന നേതാവ് തന്നെയാണ് ശബരിനാഥ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകില്ല. വി ശിവൻകുട്ടി ജയിച്ചു വരിക എന്നത് അസാധ്യമായ ഒരു കാര്യമല്ല. പക്ഷേ അപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖരനാണ് നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ അവിടെ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. BJPക്ക് സാധ്യമായത് എല്ലാം അവിടെ ചെയ്യും. തെരഞ്ഞെടുപ്പ് അട്ടിമറിയടക്കം CPM അവിടെ ആക്ഷേപിച്ചതുമാണ്, ആരോപിച്ചതുമാണ്. അതുകൊണ്ട് അവിടുത്തെ മത്സര വിജയം ആരുടേതാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. അപ്പോൾ വി ശിവൻകുട്ടിയും അവിടെ മത്സരം നേരിടുന്നുണ്ട്. കേക്ക് വാക്ക് എന്നൊന്നും അവകാശപ്പെടുന്നില്ലല്ലോ CPM ഉണ്ടോ? ഇല്ല. അപ്പോൾ വി ശിവൻകുട്ടിയും അവിടെ മത്സരം നേരിടുന്നുണ്ട്. ഇനി റോഷി അഗസ്റ്റിൻ രണ്ട് മുന്നണിയിൽ കേരള കോൺഗ്രസ് നിന്നാലും ജയിക്കാൻ കെൽപ്പുള്ളൊരു നേതാവ് എന്ന നിലയ്ക്ക് അടുത്ത കാലം വരെ അഭിമാന പുരസ്സരം പറഞ്ഞിരുന്നൊരു നേതാവാണ്. പക്ഷേ റോയ് കെ പൗലോസിന്, അതായത് ഏത് വോട്ടാണോ റോഷി അഗസ്റ്റിൻ സമാഹരിക്കാൻ കഴിയുന്നത് അതേ വോട്ടിൽ ഒരു ടേക്കുള്ള ആളാണ്, അതിൽ കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരാളാണ് റോയ് കെ പൗലോസ് എന്നുള്ളത് കൊണ്ട് LDF തന്നെ വിലയിരുത്തി 9 മന്ത്രിമാർ, ആശങ്കയിലുള്ള 9 മന്ത്രിമാർ, 12 ഇപ്പുറത്ത് VD സതീശൻ പറഞ്ഞത്, LDF വിലയിരുത്തി 9 മന്ത്രിമാരുടെ പട്ടികയിലുള്ള ഒരാളാണ് റോഷി അഗസ്റ്റിൻ. അപ്പോൾ അവിടെയും മത്സരമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി OR കേളു ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ, അതിലൊരു അട്ടിമറി ഉണ്ടാകുമെന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല. പക്ഷേ നോക്കൂ, OR കേളു 2016 ജയിക്കുന്ന 1307 വോട്ടിനാണ്. വലിയ സേഫായ മണ്ഡലം എന്നൊന്നും പറയാൻ പറ്റില്ല. 1307 വോട്ടിന് ജയിക്കുന്ന ഒരു മണ്ഡലം സേഫായ മണ്ഡലമൊന്നുമല്ല. പക്ഷെ കഴിഞ്ഞ തവണ ഒരു പോസിറ്റീവ് ഘടകം, അദ്ദേഹം അവിടുന്ന് 7000 വോട്ട് വർദ്ധിപ്പിച്ചു. 9000 വോട്ടിന്റെ മാർജിൻ നിലവിൽ OR കേളുവിന് അനുകൂലമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് മാറി മറിയാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് OR കേളുവിന് പേഴ്സണൽ കാരിസ്മ വെച്ച് തന്നെ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന വോട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ആർക്കും അദ്ദേഹത്തോടൊരു വെറുപ്പോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടും ജയിച്ചു വരും എന്നാണ് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നത്. ഇനി വി അബ്ദുറഹ്മാൻ നമുക്കറിയാം, അദ്ദേഹം മണ്ഡലം മാറി, സ്വന്തം താല്പര്യപ്രകാരം മാറിയതാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ തിരൂരിനേക്കാൾ നല്ലത് അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലം തന്നെയായിരുന്നു. ഇവിടെ അദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട് ജയിക്കാൻ കഴിയുമെന്ന്. അതിൽ വലിയ പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. KB ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ നേരത്തെ സുനിൽ സാർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷം KB ഗണേഷ് കുമാർ എങ്ങനെയാണോ ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ് ജ്യോതികുമാർ ചാമക്കാല. നമുക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്നതാണ്. നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ജ്യോതികുമാർ ചാമക്കാല എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പത്തനാപുരത്താണ് എന്ന് അദ്ദേഹം ആഴ്ചയിൽ 4 തവണ പറയും. ആഴ്ചയിൽ 4 തവണ അദ്ദേഹം പത്തനാപുരത്തുണ്ട്. കുട്ടികൾക്ക് 10ാം ക്ലാസ് ജയിക്കുന്ന കുട്ടികൾക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കാനാണെങ്കിൽ, അവർക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇതിനെല്ലാത്തിനും, അതായത് അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം വെച്ച് കഴിഞ്ഞ 5 വർഷവും അവിടെ മത്സരിച്ച ഒരാൾ എതിർത്ത് നിൽക്കുമ്പോൾ KB ഗണേഷ് കുമാറിന് സാധാരണഗതിയിൽ പത്തനാപുരമല്ലേ എൻ്റേതല്ലേ എന്ന് വിചാരിക്കുന്ന നിലയ്ക്ക് അവിടെ നിന്ന് വരാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മന്ത്രിമാർക്ക് വെല്ലുവിളി ഉണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. വെല്ലുവിളിയില്ലാത്ത ഒരു മന്ത്രി മുഖ്യമന്ത്രിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റു മന്ത്രിമാർക്ക് എല്ലാവർക്കും വെല്ലുവിളിയുണ്ട്. ആ പോരിൽ ആര് ജയിക്കുമെന്ന കാര്യത്തിൽ 50-50 എന്നേ പറയാൻ ഞാനുള്ളൂ. Meet the editors.